തേടിയെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല കൃപയെന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല കൃപയെന്നു മാത്രം യേശുവേ. സമലയിലെ അതിവേദനയും എന്നെയോർത്ത് സഹിച്ചുവല്ലോ. സമലയിലെ അതിവേദനയും എന്നെയോർത്ത് സഹിച്ചുവല്ലോ. അതിദാരുണമാ കാൽവരി മലയും എന്നെയോർത്ത് സഹിച്ചുവല്ലോ. അതിദാരുണമാ കാൽവരി മലയും എന്നെയോർത്ത് സഹിച്ചുവല്ലോ. തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല കൃപയെന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല കൃപയെന്നു മാത്രം യേശുവേ. എനിക്കായി മരിപ്പാൻ എനിക്കായി സഹിപ്പാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എനിക്കായി മരിപ്പാൻ എനിക്കായി സഹിപ്പാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു ബാധ്യതയും പറയാനില്ല മാത്രം യേശുവേ. ഒരു ബാധ്യതയും പറയാനില്ല മാത്രം യേശുവേ. തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല കൃപയെന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല കൃപയെന്നു മാത്രം യേശുവേ. അങ്ങേ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. സ്നേഹിക്കുവാൻ അങ്ങേ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. കൃപയാ 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 കൃപയെന്നു മാത്രം യേശുവേ. കൃപയാ 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 കൃപയെന്നു മാത്രം യേശുവേ. തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല കൃപയെന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല കൃപയെന്നു മാത്രം യേശുവേ. അങ്ങേ സ്നേഹിക്കുവാൻ അങ്ങേ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. സ്നേഹിക്കുവാൻ അങ്ങേ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. കൃപയാ 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 കൃപയെന്നു മാത്രം യേശുവേ. കൃപയാ 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 കൃപയെന്നു മാത്രം യേശുവേ. തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല കൃപയെന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല കൃപയെന്നു മാത്രം യേശുവേ. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. അതിന് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോട് പറഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. വിശ്വാസമെന്ന വൃക്ഷം വളരണം എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കൂടപ്പിറപ്പുകളെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ
അടിസ്ഥാനമാണ് വിശ്വാസം. ക്രിസ്തീയ ജീവിതം നയിക്കപ്പെടേണ്ടതും വിശ്വാസം മുഖാന്തരമാണ്. ഒരു ക്രിസ്ത്യാനി ജീവിക്കുന്നത് ദൈവപുത്രനിലുള്ള വിശ്വാസത്തിലാണ്. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. വിശ്വാസം ഭൗതികമല്ല, ദൈവികവും ദിവ്യമായതുമാണ്. നമ്മിൽ വിശ്വാസം ഉണ്ടാക്കിയത് നാമല്ല, ദൈവമാണ് നമ്മിൽ വിശ്വാസം പകർന്നു തന്നത്. വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്. നാം എല്ലാവരിലും ഓരോരോ അളവിൽ വിശ്വാസം നൽകി തന്നിട്ടുണ്ട്. റോമാലേഖനത്തിൽ വായിക്കുന്നത്, ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ എന്നാണ് അപ്പോസ്തലൻ പൗലോസ് ഓർപ്പിച്ചിരിക്കുന്നത്. ഈ വിശ്വാസം ഓരോരുത്തരിലും വളരുകയും വർദ്ധിക്കുകയും വേണം. പ്രിയരെ, കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോട് പറഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കുമെന്നതാണ്. കർത്താവിന് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ശിഷ്യന്മാർ കർത്താവിനരികിൽ ചെന്ന് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ ഗുരു എന്ന് അപേക്ഷിച്ചപ്പോഴാണ്. കർത്താവിനോടൊപ്പം നടന്ന ശിഷ്യഗണങ്ങൾക്ക് ഒരു സത്യം ഗ്രഹിക്കുവാൻ കഴിഞ്ഞു. തങ്ങളിൽ വിശ്വാസം പകർന്നിട്ടുണ്ട്, എന്നാൽ ആ വിശ്വാസം വർദ്ധിക്കേണ്ടിയിരിക്കുന്നു, വളരേണ്ടിയിരിക്കുന്നു. അതിനവർ കർത്താവിൻ്റെ സഹായമാണ് തേടുന്നത്. പ്രിയരെ, നമ്മിൽ ദൈവം പകർന്നു തന്നിരിക്കുന്ന വിശ്വാസം എപ്പോഴും നമ്മിൽ വളർന്നുകൊണ്ടേയിരിക്കേണ്ടതാണ്. നമ്മിൽ വളരുന്ന വിശ്വാസമാണ് നമ്മിൽ ജീവിത രൂപാന്തരം വരുത്തുന്നതും നാം വിശുദ്ധീകരണം പ്രാപിക്കുന്നതിനും തേജസ്കരണത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതും അതാണ്. വിശ്വാസം തുടർമാനമായി വളർച്ചയുടെ പാതയിലാണോ അതോ വളർച്ച മുരടിച്ചു പോയോ എന്ന് നാം നമ്മിൽ തന്നെ പരിശോധിച്ചറിയേണ്ടിയ ഒരു പരമ സത്യമാണ്. നമ്മിൽ അല്പവിശ്വാസമാണ് ഉള്ളതെങ്കിൽ യേശു നമ്മെ ശാസിക്കുന്നുണ്ട്. അനേകരെ അവരുടെ അല്പവിശ്വാസം നിമിത്തം യേശു കർത്താവ് ശാസിച്ചിട്ടുണ്ട്. ഇന്നുള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ എത്രയധികമെന്നാണ് മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് ചോദിച്ചിരിക്കുന്നത്. ഓരോരുത്തരുടെയും വിശ്വാസത്തിൻ്റെ അളവിൽ വ്യത്യാസമുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന ഏത് പർവ്വത സമാനമായ വിഷയങ്ങളെയും ചാടിക്കടക്കുവാനുള്ള വിശ്വാസം നമ്മിൽ വളരുകയും നിലനിൽക്കുകയും ചെയ്യേണ്ടതുണ്ട്. കർത്താവ് പറഞ്ഞതുപോലെ കടുകുമണിയോളം വിശ്വാസമെങ്കിലും നമ്മിൽ ഉണ്ടെങ്കിൽ, പ്രിയരെ, നമുക്ക് നേരെ വരുന്ന പ്രകൃതി ശക്തികളോട് പോലും നമുക്ക് കൽപ്പിക്കുവാൻ കഴിയുമെന്ന് കർത്താവ് പറഞ്ഞത് നാം ഒരിക്കലും മറന്നു കളയരുത്. ഒരു കടുകുമണി എടുത്ത് വയലിൽ ഇട്ടാൽ അത് വളരും. പറവകൾ വന്ന് അതിൻ്റെ കൊമ്പിൽ വസിക്കത്തക്കവണ്ണം ഒരു വൃക്ഷമായി അത് വളരും. അതൊരു വലിയ വൃക്ഷമായി തീരും. ഈ കാര്യം നമ്മുടെ കർത്താവ് തന്നെ പഠിപ്പിച്ചിട്ടുള്ളത് സുവിശേഷ ഭാഗങ്ങളിൽ നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞിട്ടില്ലേ? ചെറിയ വിത്തായ കടുകുമണി വളർന്ന വൃക്ഷമാകുന്നത് പോലെ നമ്മിലെ വിശ്വാസത്തിൻ്റെ വിത്ത് വളരണം. നമ്മിൽ വിശ്വാസം വളർന്നാൽ അത് വലിയ ഒരു ശക്തിയായിത്തീരും. കൂടപ്പുറപ്പുകളെ, വിശ്വാസം എന്ന ചെറിയ വിത്ത് എവിടെയാണ് കർത്താവ് വിതച്ചത്? അതെങ്ങനെയുള്ളിടത്താണ് വളരുന്നത് എന്ന് നാം തിരിച്ചറിയുക. വിശ്വാസം വിതച്ചിരിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിലാണ് എന്ന് ദൈവവചനം പറയുന്നു. പല നിലവാരത്തിലുള്ള ഹൃദയനിലങ്ങളുണ്ട് എന്ന വിധക്കാരൻ്റെ ഉപമയിൽ കൂടി കർത്താവ് യേശുക്രിസ്തു തന്നെ നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന പരമസത്യം ഇവിടെ നാം ഓർക്കണം. അതിൻ പ്രകാരം ഹൃദയനിലങ്ങളിൽ വിതച്ച വിശ്വാസത്തിൻ്റെ വിത്ത് ശരിയായി വളർന്ന് വൃക്ഷമാകണമെങ്കിൽ വളർച്ച മുരടിപ്പിക്കുന്ന, വളർച്ചയെ നശിപ്പിക്കുന്ന നിലങ്ങളാകരുത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങൾ. നല്ല നിലം എന്ന ഹൃദയ നിലവാരത്തിലാണ് വളർച്ചയും വർധനവും ഉണ്ടാകുന്നത്. ഒരുക്കപ്പെട്ട, പരിപാലിക്കപ്പെടുന്ന, നനവുള്ള, കാവലുള്ള ഒരു നല്ല നിലം. നമ്മുടെ വിശ്വാസം വളരണമെങ്കിൽ നമ്മുടെ ഹൃദയ നിലവാരം ഒരുക്കപ്പെട്ട നിലത്തിന് തുല്യമാകേണ്ടതുണ്ട്.
നമ്മുടെ ഹൃദയം മൃദുവും ദൈവവചനത്തിന് ഇട കൊടുക്കുന്നതുമാണെങ്കിൽ നമ്മുടെ വിശ്വാസം വളരുകയും വർദ്ധിക്കുകയും ചെയ്യും. നമ്മുടെ ഹൃദയത്തിൽ അവിശ്വാസത്തിന് നാം ഒട്ടും ഇട കൊടുക്കരുത്. അവിശ്വാസം എന്ന കള വളരുവാൻ നാം അനുവദിച്ചാൽ വിശ്വാസം എന്ന വൃക്ഷത്തിൻ്റെ വളർച്ച മുരടിക്കും. നമ്മുടെ നല്ല നിലമായ ഹൃദയത്തിൽ ബുദ്ധിയും യുക്തിയും കയറി സ്ഥാനം പിടിച്ച് നമ്മുടെ വിശ്വാസം എന്ന കടുകുമരത്തിൻ്റെ വളർച്ചയെയും വർധനവിനെയും കീഴടക്കി ഭരിക്കുവാൻ നാം അനുവദിച്ചുകൂടാ. പ്രിയരെ, ബുദ്ധിക്കും യുക്തിക്കും വളരുന്ന വിശ്വാസത്തിൽ ഒട്ടും സ്ഥാനമില്ല. വളരുന്ന വിശ്വാസത്തിന് ഉടമയാണ് നാമെങ്കിൽ നാം കാണാത്തതിനായി തന്നെ കാത്തിരിക്കും. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. കാണാത്തതിലേക്ക് നാം ചുവട് വയ്ക്കുവാൻ ഇടയായിത്തീരും. ഇത് ദൈവത്തിന് പ്രസാദമാണ്. കൂടപ്പുറപ്പുകളെ, വിശ്വാസമെന്ന വിത്ത് വിതയ്ക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ മനസ്സിലല്ല കേട്ടോ, ഹൃദയത്തിലാണ്. ആ ഹൃദയത്തെ നല്ല നിലമാക്കി നിലനിർത്തുവാൻ കഴിയുമെങ്കിൽ വിശ്വാസം ദൈനംദിനം വളരും. ബുദ്ധി നമ്മെ നിയന്ത്രിക്കാതെ വിശ്വാസം നമ്മെ നിയന്ത്രിക്കുവാൻ അനുവദിച്ചു കൊടുക്കുമെങ്കിൽ മുൻപോട്ടുള്ള വിശ്വാസത്തിൻ്റെ പ്രയാണത്തിന് ദൈവം നൽകുന്ന നിർദ്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും. അത് അനുഗ്രഹത്തിലേക്കുള്ള നടത്തിപ്പായിരിക്കും. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം ഈ പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ഞങ്ങളെ ശ്രദ്ധയോടെ കേൾക്കുവാനും ധ്യാനിക്കുവാനും തന്ന അവസരത്തിനായി സ്തോത്രം. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവേ. നല്ല ഹൃദയ നിലവാരങ്ങൾ സൂക്ഷിച്ച് ദൈവം പകർന്ന നല്ലദാനമായ വിശ്വാസം വളരുവാനിടയാക്കുന്ന ആത്മീക ജീവിത നിലവാരം കൈവരിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് മുന്നേറുവാൻ എല്ലാവരെയും സഹായിക്കണമേ. ദൈവകൃപ കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണമേ. ആരുടെയും വിശ്വാസമെന്ന ആ കടുകുമരം അതിൻ്റെ വളർച്ച മുരടിച്ചു പോകാൻ ഇടയാകരുതേ കർത്താവേ. ബലപ്പെടുത്തിക്കാട്ട്, അനുഗ്രഹിച്ചാട്ട്, ദൈവകൃപയിൽ നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടവൻ കൃപയ്ക്കായി സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്ന പച്ച ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. സാക്ഷിക്കുവാൻ